കഴിയുന്നത്ര സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയും നിയന്ത്രണവും പാലിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മനുഷ്യരെയും പരിഗണിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ വകവച്ച് നൽകുന്ന പരിഗണന പല മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ്. നമ്മുടെ സ്റ്റാറ്റസിനൊക്കുന്ന ആളുകളുമായി കൊണ്ട് നമ്മൾ സംസാരിക്കുകയും സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും അവരെ നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവിടെ സാമ്പത്തികം, ജോലി, സ്ഥാനമാനങ്ങൾ, ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളെയും നമ്മൾ പരിഗണിക്കുന്നത്. ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകളെ നമ്മൾ അവഗണിച്ചു കളയാറുണ്ട്. പക്ഷെ പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന അധ്യാപനമെന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾക്ക് അർഹമായ പരിഗണനകൾ നിങ്ങൾ നൽകണമെന്നാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പ്രത്യേകമായ പരിഗണന അർഹിക്കുന്ന ഒരുപാട് ആളുകൾ. അവരെ ആ രൂപത്തിൽ പരിഗണിക്കാനും ചേർത്ത് നിർത്താനും നമുക്ക് സാധ്യമാകുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗം നമുക്ക് നേടിയെടുക്കാനാവുക എന്നാണ് അള്ളാഹു അവൻ്റെ കലാമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലെ 90-ാം അധ്യായം സൂറത്ത് ബലദിലെ ഏതാനും ചില വചനങ്ങളാണ്. ആ വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗം വേണോ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നാളെ പരലോകത്ത് സ്വർഗം നേടുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം അതാണ്, നിങ്ങൾ സ്വർഗമാണോ ലക്ഷ്യമാക്കുന്നത്? എങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള വഴി ഒരൽപ്പം പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. ആ ദുർഘടം പിടിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. എങ്കിലേ നിങ്ങൾക്ക് സ്വർഗം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഫലഖ്തഹമൽ അഖബ. അപ്പോൾ എന്തുകൊണ്ട് അവൻ ആ ദുർഘടം പിടിച്ച പാത താണ്ടിക്കടന്നില്ല? ആ പ്രയാസമേറിയ ആ വഴി അവൻ എന്തുകൊണ്ട് താണ്ടിക്കടന്നില്ല? അള്ളാഹു ചോദിക്കുകയാണ്, വമാ അദ്റാകമൽ അഖബ, എന്താണ് ആ പ്രയാസങ്ങൾ നിറഞ്ഞ വഴി എന്ന് പറയുന്നത്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ആളുകളെ ചേർത്തു പിടിക്കലാണ് ആ ഒരു വഴി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി തരാൻ. എന്താണത്? ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. ഈ അടിമ സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് എന്ന പോലും പരിഗണന ലഭിക്കാതെ പോയൊരു വിഭാഗം ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് ഖുർആൻ ഒന്നാമതായി പഠിപ്പിച്ചു, അങ്ങനെ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട, എല്ലാവരാലും അവഗണിക്കപ്പെട്ട ആ ആളുകളെ നിങ്ങൾ പരിഗണിക്കുകയും അവളെ നിങ്ങൾ ചേർത്ത് നിർത്തുകയും വേണം. അടിമയെ മോചിപ്പിക്കണം. രണ്ടാമതായി ഖുർആൻ പറഞ്ഞത്, ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ, പട്ടിണിയുടെ നാളിൽ നിങ്ങൾ ഒരു നേരത്തെ ആഹാരം നൽകണം. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ, ഒരു നേരത്തെ വിശപ്പകറ്റാൻ ഗതിയില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അങ്ങനെ കടുത്ത പട്ടിണിയുടെ നാളിൽ നിങ്ങൾ ആഹാരം കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കേണ്ടത്? യതീമൻ ദാ മഖ്റബ, കുടുംബ ബന്ധമുള്ള അനാഥകൾക്കാണ്. അനാഥകൾ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അതുകൊണ്ട് ഖുർആൻ രണ്ടാമതായി പറഞ്ഞു, യതീമൻ ദാ മഖ്റബ, കുടുംബ ബന്ധമുള്ള അനാഥകൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണം.
ഔ മിസ്കീനൻ ദാ മത്രബ, അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധുക്കളായ ആളുകൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണം. നമ്മളൊന്ന് ആലോചിച്ച്, ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ നമുക്ക് സ്വർഗത്തിൽ പോകാമെന്ന് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റുള്ള അമലുകളൊന്നും വേണ്ട എന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം ഈ രൂപത്തിലാണ്: അഫ്ശുസ്സലാം വതുത്ഇമുത് തആം വസല്ലു ഫിൽ ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പോകണോ? 3 കാര്യങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം. കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ സലാം പറയണം. രണ്ടാമതായി തുത്ഇമുത് തആം, നിങ്ങൾ ആഹാരം ആവശ്യമുള്ള ആളുകൾക്ക് ആഹാരം കൊടുക്കണം. അന്നത്തിന് ഗതിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുടെ അന്നമൂട്ടണം നിങ്ങൾ. വസല്ലു ഫിൽ ലൈലി വന്നാസു നിയാം, ആളുകളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കണം. എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പോകാൻ കഴിയുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സമൂഹത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട ഒരുപാട് ആളുകളുണ്ട്. അനാഥകളുണ്ട്, അഗതികളുണ്ട്, അംഗപരിമിതരായ ആളുകളുണ്ട്, നമ്മുടെയൊക്കെ വീടുകളിൽ കഴിയുന്ന വയോവൃദ്ധരായ ആളുകളുണ്ട്. അവരെയൊക്കെ പരിഗണിക്കാനും അവരെയൊക്കെ ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പരിഗണന, അത് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് നമ്മൾ നൽകുന്ന പരിഗണന ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എത്രത്തോളമായിരിക്കും? ഒരാൾക്ക് നമ്മൾ നൽകുന്ന പരിഗണന ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേൾക്കാത്ത ആളുകളില്ല മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ആ മദീനയിൽ താമസിക്കാൻ പോലും കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ആ മദീന ഉപേക്ഷിച്ച് പോയി എന്നാണ്. പ്രവാചകനോടുള്ള ആത്മബന്ധം അത്രത്തോളമായിരുന്നു ബിലാലിന്. ആ മദീനയിൽ താൻ ഇനി കഴിയുകയാണ് എങ്കിൽ പ്രവാചകനെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വല്ലാതെ കടന്നു വരികയും അത് പ്രയാസകരമായി തീരുകയും ചെയ്യുമെന്ന് ബോധ്യമായ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു ആ മദീന ഉപേക്ഷിച്ച് പോവുകയാണ്. എങ്ങനെയാണ് പ്രവാചകനോട് അദ്ദേഹത്തിന് ഈ ഒരു ആത്മബന്ധമുണ്ടായത്? ഉമയ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മോചിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ നിമിഷം, പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കറുത്ത ബിലാലിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ കറുത്ത നിറമുള്ള ബിലാലിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്നുവരെ ഒരാളും അദ്ദേഹത്തെ ഒന്ന് ആശ്ലേഷിക്കുകയോ അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് നിർത്തുവാനോ ഒരാളും തയ്യാറായിട്ടില്ല. പക്ഷെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്ത ബിലാലിനെ, തൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന കറുത്ത ബിലാലിനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആശ്ലേഷിക്കുന്നു. വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ ബിലാലിൻ്റെ ശരീരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനർഘമായ നിമിഷം, ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ ഒരു മുഹൂർത്തം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നു. എന്താ അങ്ങനെ സംഭവിച്ചത്? പ്രവാചകനോട് അദ്ദേഹം ഈ രൂപത്തിലുള്ള അഭിനിവേശവും അതുപോലെ തന്നെ ഒടുങ്ങാത്ത സ്നേഹവുമൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലേക്ക് ചേക്കേറിയത് ബിലാലിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ പരിഗണനയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, മക്കാ വിജയത്തിൻ്റെ അന്ന് നമസ്കാരത്തിന് സമയമായി എന്ന വിളംബരം ചെയ്യുന്ന ബാങ്ക് വിളിക്കാൻ സ്വഹാബികളായ ആളുകളൊക്കെ കൊതിച്ചുപോയി. അവരാരും ഒരു സ്ഥാനമോഹികളായിരുന്നില്ല. പക്ഷെ അവരാഗ്രഹിച്ചു പോയി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ഓരോരുത്തരും ആഗ്രഹിച്ചു എന്നാണ്. പക്ഷേ പ്രവാചകൻ അവരാരെയല്ല വിളിച്ചത്, കറുത്തവനായ ബിലാലിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ആ കഅബയുടെ മുകളിലേക്ക് കയറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തോൾ കാണിച്ചു കൊടുത്തു ചവിട്ടി കയറാൻ വേണ്ടിയിട്ട്.
അപ്പൊ എങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ പ്രവാചകൻ ഇത്രമാത്രം സ്വാധീനിച്ചത്? ആ ബിലാലിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പരിഗണനയായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിറത്തിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലോ സ്ഥാനമാനങ്ങളുടെ പേരിലോ ഒന്നിന്റെ പേരിലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാളെയും മാറ്റി നിർത്തിയില്ല എന്നുള്ളതാണ്. എല്ലാവരെയും അള്ളാഹുവിന്റെ പ്രവാചകൻ പരിഗണിച്ചു. എല്ലാവരോടും സ്നേഹത്തോടുകൂടി പ്രവാചകൻ സംസാരിച്ചു. എല്ലാവരോടും സ്നേഹത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഇടപെട്ടു. അപ്പൊ ആളുകളിലൊക്കെ വല്ലാത്ത പരിവർത്തനങ്ങൾ ഉണ്ടായി. ആളുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവിടെ വലിയ ഒരു ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ നൽകുന്ന പരിഗണനയാണ്. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാ തലത്തിലുള്ള ആളുകളെയും പരിഗണിക്കണമെന്നാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൽ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഏറ്റവും അധികം പരിഗണിക്കപ്പെടേണ്ട ആളുകളെ ചേർത്ത് നിർത്തണമെന്നാണ്, പരിഗണിക്കണമെന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ എനിക്കും നിങ്ങൾക്കുമൊക്കെ പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു, പരിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാനിലൂടെ നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആരാന്നറിയോ? അവര് എല്ലാവരാലും അവഗണിക്കപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ച ആളുകളാണ്, അവരെ പരിഗണിച്ച ആളുകളാണ് അവര്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നളറതൻ വസുറൂറ. നാളെ പരലോകത്ത് വന്നു ഭവിക്കാനിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു ആ വിഭാഗം ആളുകളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അവരല്ലാഹു കാത്തുരക്ഷിക്കും, അവർക്കൊരു പോറൽ പോലും ഏൽക്കൂല. വലഖാഹും നളറതൻ വസുറൂറ. എല്ലാവരും ഭയവിഹ്വലരായി ഭീതിജനകമായ മനസ്സുമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ആ സമയത്ത് ആ വിഭാഗം ആളുകളുടെ മനസ്സുകളിലേക്ക് അള്ളാഹു സമാധാനവും സന്തോഷവും വർഷിച്ചു കൊടുക്കും. വലഖാഹും നളറതൻ വസുറൂറ. അവർക്ക് സന്തോഷവും സംതൃപ്തിയും അള്ളാഹു ഇട്ടുകൊടുക്കും അവരുടെ മനസ്സുകളിലേക്ക്. ആരാവര്? വയതുഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. പരിഗണിച്ച ആളുകളാണ്. ആരെയാ? സാധുക്കളായ ആളുകളെ പരിഗണിച്ച ആളുകളാണ്. അനാഥകളായ ആളുകളെ പരിഗണിച്ച ആളുകളാണ്. യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളെ പരിഗണിച്ച ആളുകളാണ്. ഈ ആളുകളെയൊക്കെ പരിഗണിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഓഫർ എന്താണ്? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ആ ദിവസത്തെ എല്ലാ കെടുതികളിൽ നിന്നും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കും. വലഖാഹും നളറതൻ വസുറൂറ. അള്ളാഹു അവർക്ക് പകരം സന്തോഷവും അതുപോലെ തന്നെ സംതൃപ്തിയും അള്ളാഹു ആളുകളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ്. എല്ലാവരെയും പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഒരാളെപ്പോലും നമ്മൾ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ അവഗണിക്കുമ്പോൾ അത് അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിൻ്റെ ആഴം എത്രത്തോളമായിരിക്കും? ഒരാളെ നമ്മൾ അവഗണിക്കുമ്പോൾ, കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അത് അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിൻ്റെ ആഴം എത്രത്തോളമായിരിക്കും? നിങ്ങൾ പ്രവാചകന്റെ ചരിത്രം പഠിച്ചു നോക്കിക്കോ. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പ്രവാചകന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹം ജനിക്കുന്നത് തന്നെ പിതാവ് നഷ്ടപ്പെട്ട ഒരു അനാഥയായിക്കൊണ്ട് അദ്ദേഹം ജനിക്കുന്നത്. 6 വയസ്സാകുമ്പോൾ ഒരു യാത്രാമധ്യേ, ഉമ്മയോടൊപ്പമുള്ള ഒരു യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോകുകയാണ്. എന്തെല്ലാം ദുരന്തങ്ങൾ പ്രവാചകന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. 40-ാമത്തെ വയസ്സിൽ അതുവരെ എല്ലാ പരിഗണനയും എല്ലാവിധത്തിലുള്ള അംഗീകാരവും നൽകിയ ആ ജനത ഒന്നടങ്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും ആ പറഞ്ഞതൊക്കെ തിരുത്തി പറയുകയും ചെയ്തു. അതുവരെ അല്ലമീൻ എന്ന് വിളിച്ച നാവുകൊണ്ട് അവർ പ്രവാചകനെ സാഹിർ എന്ന് വിളിച്ചു, ഷാഹിർ എന്ന് വിളിച്ചു, മജ്നൂൻ എന്ന് വിളിച്ചു. ആ പ്രവാചകനെ കയ്യേറ്റം ചെയ്തു. ഏതെല്ലാം നിലക്ക് പ്രവാചകനെ ഉപദ്രവിക്കാൻ കഴിയോ ആ നിലക്കൊക്കെ ആ സമൂഹം പ്രവാചകനെ ഉപദ്രവിച്ചു. അത് പ്രവാചകൻ നേരിടുന്ന ആ നാട്ടിൽ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം കാര്യങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. സ്വഹാബികളായ ആളുകൾ ഒരിക്കൽ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, താങ്കളുടെ മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവം താങ്കളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഈ മക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ബന്ധുക്കൾ താമസിക്കുന്ന
സ്ഥലത്തേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹിജ്റ പോകുന്നുണ്ട്. അവർ സഹായിക്കും, അവർ സംരക്ഷിക്കും എന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ത്വായിഫിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് കടുത്ത അവഗണനയാണ് അവർ വെച്ച് പുലർത്തിയത്. അവർ അദ്ദേഹത്തെ ആട്ടിയോടിച്ചു, കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെ വളരെ ദുഃഖഭാരത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ തനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി കൊണ്ട് പ്രവാചകൻ പങ്കുവച്ചത് സ്വന്തം ബന്ധുക്കളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്ന അവഗണനയാണ്. സ്വന്തം ബന്ധുക്കളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്ന അവഗണനയാണ് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവമായി കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവഗണന ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിൻ്റെ ആഴം എത്രത്തോളമായിരിക്കും. വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഇസ്ലാം ഇതിനെ കാണുന്നത്. എന്തിനാണ് കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്? അതൊരു സദഖയുടെ പ്രതിഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുക എന്ന് എന്തിനു വേണ്ടിയാണ് ഇസ്ലാം പഠിപ്പിച്ചത്? നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണമെന്ന് എന്തിനാണ് ഇസ്ലാം പഠിപ്പിച്ചത്? എന്തിനാണ് മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചത്? അത് പരിഗണനയുടെ ഭാഗമാണ്. ഒരാളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി കൊണ്ട് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മര്യാദകൾ, ഈ അദബുകളൊക്കെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ എന്താ നമുക്കൊരു മടി? ഒരു സലാം പറയാൻ എന്താ നമുക്കൊരു വൈമനസ്യം? ഒരു കൈ കൊടുത്ത് ഒരൽപ്പനേരം കുശലം പറയാൻ, വിശേഷങ്ങൾ അന്വേഷിക്കാൻ എന്താ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ലുബ്ധെന്താണ്? ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളാണ്, അദബുകളാണ്. ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൻ്റെയും അതുപോലെ തന്നെ ഒരാളെ പരിഗണിക്കുന്നതിൻ്റെയും ഭാഗമായി കൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ. അപ്പോൾ ഒരാളെ അവഗണിക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ അപരാധമായി കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. നിങ്ങൾ പഠിച്ചു നോക്കിയോ, ഖുർആനിലെ 80-ാം അധ്യായം സൂറത്ത് അബസ, ആ അബസയിലെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ഒരു മനുഷ്യന് നേരിട്ട അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇറക്കിയ വചനങ്ങളാണ്. ഒരാൾക്ക് നേരിടേണ്ടി വന്ന അവഗണനയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അള്ളാഹ് ഇറക്കിയ 10 ആയത്തുകൾ സൂറത്ത് അബസയിലെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ അള്ളാഹു തിരുത്തിയത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു തിരുത്തിയത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖുറൈശി പ്രമുഖരുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. അവരെങ്ങാനും ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ എന്ന ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവരുമായി കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ പ്രമുഖരാണ്, പ്രമാണിമാരാണ്, അവരുമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സദസ്സിലേക്കാണ്, ആ സദസ്സിൻ്റെ ഔചിത്യമറിയാതെ കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹത്തിന് അറിയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരുമായിട്ടാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന് അറിയില്ല. ഒരുപക്ഷെ കണ്ണ് കാണാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ആ സദസ്സിലേക്ക് വരുമായിരുന്നില്ല. പക്ഷേ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം ആ ഒരു സദസ്സിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മനസ്സിൽ ഒരു അനിഷ്ടമുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടതായി ഭാവിച്ചതേയില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം കേട്ടതായി പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഭാവിച്ചില്ല. അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അല്ലിംനി ബിമ്മ അല്ലമക്കല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്ന അറിവിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തന്നാലും എന്ന ആവശ്യവുമായിട്ടാണ് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ സദസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അദ്ദേഹത്തെ പ്രവാചകൻ കണ്ടതായി ഭാവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യം കേട്ടതായി പോലും പ്രവാചകൻ ഭാവിച്ചില്ല. ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു 10 ആയത്തുകൾ ഇറക്കി. 10 വചനങ്ങൾ, 10 ആയത്തുകൾ അള്ളാഹു ഇറക്കി. അബസ, അവൻ മുഖം ചുളിച്ചു. വതവല്ല, അവൻ തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, കണ്ണു കാണാത്ത ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ. അംഗപരിമിതരായ ആളുകൾക്ക് നമ്മൾ പരിഗണന നൽകുന്ന ഖുർആൻ പഠിപ്പിക്കുന്നത്. അംഗപരിമിതരായ ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിൽ നമ്മൾ കയറിയിരിക്കുക. അവർ വന്നാൽ പോലും എനിക്ക് കൊടുക്കൂല. അതാണ് നമ്മുടെയൊക്കെ ഒരു ശൈലിയും നമ്മുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ കണ്ണു കാണാത്ത അംഗപരിമിതനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന് പറയുന്ന സഹാബി പ്രവാചകന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് നടിച്ച, അദ്ദേഹത്തിന്റെ ആവശ്യം കേട്ടില്ല എന്ന് ഭാവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ടാണ് 80-ാം അധ്യായം സൂറത്ത് അബസയിലെ ആദ്യത്തെ 10 വചനങ്ങൾ അവതരിക്കപ്പെടുന്നത്. ഒരാളോട് നമ്മൾ കാണിക്കുന്ന അവഗണന അത്രത്തോളം ഗൗരവമേറിയ ഒരു കാര്യമായി കൊണ്ട് ഈ അധ്യാപനത്തിലൂടെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തിനേറെ പറയുന്നു, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ മാത്രം ഗുരുതരമായ അപരാധമാണ്
പരിഗണിക്കേണ്ട ആളുകളെ പരിഗണിക്കാതിരിക്കുകയും അവരെ അവഗണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾ ഖുർആനിലെ 90-ാമത്തെ അധ്യായം പഠിച്ചു നോക്കുക, സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊൻ എന്താണ് അധ്യായത്തിലുള്ള അല്ലാഹു പഠിപ്പിക്കുന്നത്? റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്നാണ്. മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്നാ ഖുർആൻ ചോദിക്കുന്നത്. ആരാവര്? ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അനാഥകളെ അട്ടിയകറ്റുന്നവനാണ്, അനാഥകളെ അവഗണിക്കുന്ന ആളുകൾ. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, സാധുക്കളായ അഗതികളായ ആളുകളുടെ ആഹാര കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യമോ പ്രോത്സാഹനമോ നൽകാത്ത, അവരെ അവഗണിക്കുന്ന ആളുകൾ. ഖുർആൻ പഠിപ്പിക്കുക, മതത്തെ കളവാക്കുന്ന ആളുകൾ എന്നാ പറഞ്ഞു. മതത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോലും ഗൗരവമേറിയ കാര്യമായി കൊണ്ടാണ് അത്തരത്തിലുള്ള ഏറ്റവും പരിഗണന അർഹിക്കുന്ന ആളുകളെ നമ്മൾ അവഗണിക്കുക എന്ന് പറയുന്നത്. മതത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് പോലും പുറത്തേക്ക് പോകാൻ മാത്രം ഗൗരവമേറിയ അപരാധമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരെയും പരിഗണിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ സ്ഥാനമാനങ്ങൾ നമ്മൾ നോക്കേണ്ടതില്ല, അവരുടെ സൗന്ദര്യം നമ്മൾ നോക്കേണ്ടതില്ല, അവരുടെ ജോലിയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. എല്ലാ ആളുകളെയും പരിഗണിക്കാൻ നമുക്ക് കഴിയണം, എല്ലാവരോടും പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം. ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഹൃദയവിശാലത എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകണം. ഒരല്പനേരം അവരുമായി കൊണ്ട് സംസാരിക്കാൻ, അവരുടെ പുറത്തൊക്കെ ഒന്ന് തട്ടി അവരെ ഒന്ന് ചേർത്തു നിർത്തി അവർക്കൊരാശ്വാസം നൽകുന്ന വിധത്തിൽ അവരുമായി കൊണ്ട് ഇടപഴകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്ന മഹത്തായ മര്യാദകളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഈ മര്യാദകളെ, ഈ അദബുകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി തീരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ഗണത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ച് കഴിയുന്നത്ര സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകളെ പരിഗണിക്കാൻ നമുക്ക് കഴിയണമെന്നും ഇസ്ലാം അതിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്നും ഒരാളെയും അവഗണിക്കരുത് എന്നും അവഗണനയെ വലിയ ഗൗരവമേറിയ അപരാധമായി കൊണ്ടാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുമാണ് ഒന്നാമത്തെ ഖുത്ബയിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കിയത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായൊരു ഹദീസിലൂടെ ആളുകളെ അവഗണിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് നേരിടാനിരിക്കുന്ന വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഒരാളെ അവഗണിക്കുന്നത് മനഃപൂർവ്വമായിരിക്കുമല്ലോ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമയക്കുറവ് കൊണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഈ ഒരു അവഗണനയെ മനഃപൂർവ്വമല്ലാത്ത അല്ലെങ്കിൽ സമയ ലഭ്യതക്കുറവ് കൊണ്ട് സംഭവിക്കാവുന്ന ഇത്തരത്തിലുള്ള അവഗണനയൊക്കെ നാളെ പരലോകത്ത് വച്ച് ഗണിക്കപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിനോടുള്ള അവഗണനയായിക്കൊണ്ടായിരിക്കും ഇതിനെയൊക്കെ ഗണിക്കുക. ഒരു ഖുദ്സിയായ ഹദീസായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്ന നാളെ പരലോകത്ത് വെച്ച് നമ്മളെ വിചാരണ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് യഖൂലുല്ലാഹു അസ്സ വജല്ല, പ്രതാപിയും മഹോന്നതനുമായ അള്ളാഹു പറയുമോ, യബ്ന ആദം മരിൽതു ഫലം തഅ്ദുനി. എന്നെ നിങ്ങളൊക്കെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോൾ അള്ളാഹ് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇടോ മനുഷ്യ, ഞാൻ രോഗിയായി, പക്ഷെ നീ എന്നെ സന്ദർശിച്ചില്ല. നമ്മൾ പരിഭ്രമത്തോടുകൂടി പടച്ചവരോട് ചോദിക്കും, കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, അള്ളാഹുവെ ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കാം? നീ ലോകരക്ഷിതാവായ അള്ളാഹു അല്ലേ, ഞാൻ എങ്ങനെ നിന്നെ സംരക്ഷിക്കും?
അപ്പൊ അള്ളാഹു പറയുന്നതായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇന്ന അടിമ രോഗിയായത് നീ അറിഞ്ഞില്ലേ, എന്നിട്ട് നീ അദ്ദേഹത്തെ സന്ദർശിച്ചില്ലല്ലോ. നിനക്കറിയാമായിരുന്നില്ലേ, നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള പ്രതിഫലം നിനക്ക് എൻ്റെ അടുക്കൽ കാണാമായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നില്ലേ? അള്ളാഹ് ചോദിക്കും നമ്മുടെ അടുത്ത്. എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല, ഞാൻ ഭയങ്കര ഓട്ടത്തിലായിരുന്നു എന്നൊന്നും പടച്ചവൻ്റെ കോടതിയിൽ നമുക്ക് പറയാൻ പറ്റൂല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെയൊക്കെ സമീപത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ രോഗത്തിൻ്റെ കാഠിന്യവും പേറി മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, അവർ മനസ്സാഗ്രഹിക്കുന്നുണ്ടാകും, നമ്മളൊന്ന് ചെന്നിരുന്നെങ്കിൽ, നമ്മളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവരൊരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാകാം. അവരുടെ ആഗ്രഹം ഒരുപക്ഷെ അവർ പുറത്ത് പറഞ്ഞോളുന്നില്ല. ചിലപ്പോൾ ചെല്ലുമ്പോൾ പറഞ്ഞാൽ കുറേ നാളായി നിന്നെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമായിട്ട് കുറേ നാളുകളായി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് ഒരുപക്ഷെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളോട് പറയൂല. അവർ നാളെ പരലോകത്ത് വെച്ച് പടച്ചോൻ എന്നെ നിങ്ങളൊക്കെ നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരുടെ കൂട്ടത്തിലോ ഈ രൂപത്തിൽ സുഖമില്ലാതെ രോഗമില്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്ന ആളുകളുടെ ഒക്കെ അടുക്കൽ അവരെ ചെന്ന് കാണാൻ സമയം കണ്ടെത്താതെ മരിച്ചു പോയിട്ട് നാളെ പരലോകത്ത് വെച്ച് പടച്ചോൻ എന്നെ നിങ്ങളൊക്കെ ഇതുപോലെ വിചാരണ ചെയ്യാൻ പിടിച്ച് നമ്മൾ എന്ത് പറയും പടച്ചോൻ്റെ അടുത്ത്? അള്ളാഹ് പറയാണ്, ഇന്ന ആള് രോഗിയായത് നീ അറിഞ്ഞില്ലേ, നിനക്കറിയാമായിരുന്നല്ലോ, അവനെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അതിനുള്ള പ്രതിഫലം നിനക്ക് എൻ്റെ അടുക്കൽ കാണാമായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നല്ലോ, എന്നിട്ട് നീ എന്തുകൊണ്ട് ചെയ്തില്ല? പടച്ചവനോടുള്ള അവഗണനയായിട്ടാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തി തരുന്നത്. രണ്ടാമത് പടച്ചവൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ആഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ എനിക്ക് ആഹാരം തന്നില്ല. അപ്പോഴും മനുഷ്യൻ ആശ്ചര്യത്തോടു കൂടി ചോദിക്കും, പടച്ചവന് ഞാൻ എങ്ങനെ നിനക്ക് ആഹാരം നൽകും? നീ റബ്ബുൽ ആലമീനല്ലേ? അപ്പൊ അള്ളാഹ് നമ്മളോട് പറയും, ഇന്ന അടിമ ആഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിന്റെ അടുക്കൽ വന്നിരുന്നു, പക്ഷെ നീ കൊടുത്തില്ല. നിനക്കറിയാമായിരുന്നില്ലേ അവൻ ആഹാരം നൽകിയിരുന്നുവെങ്കിൽ അതിനുള്ള പ്രതിഫലം നിനക്ക് എൻ്റെ അടുക്കൽ കാണാമായിരുന്നു എന്ന് പടച്ചോൻ ചോദിക്കും. ഒരു മറുപടിയില്ല നമുക്ക്. അള്ളാഹ് വീണ്ടും ചോദിക്കും, കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് വന്നു, കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ വന്നു, പക്ഷെ നീ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നില്ല. അപ്പോൾ നമ്മൾ പറയും, പടച്ചോനെ ഞാൻ എങ്ങനെ നിനക്ക് കുടിക്കാൻ വെള്ളം തരും? നീ റബ്ബുൽ ആലമീനല്ലേ? അള്ളാഹ് പറയും, ഇന്ന അടിമ വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് നിൻ്റെ അടുത്ത് വന്നു, നീ കൊടുത്തില്ല. അവന് കൊടുത്തിരുന്നുവെങ്കിൽ അതിനുള്ള പ്രതിഫലം എൻ്റെ അടുക്കൽ നിനക്ക് കാണാമായിരുന്നു എന്ന് നിനക്കറിയില്ലായിരുന്നോ? അള്ളാഹ് ചോദിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, രോഗം, ആ രോഗം വരുന്ന ആൾക്ക് മാത്രമുള്ള പരീക്ഷണമായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കേണ്ടതില്ല. വിശപ്പ് മാറ്റാനുള്ള നിവൃത്തിയില്ലാതെ വരുന്നത് അത് ആ വ്യക്തിക്ക് മാത്രം അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു പരീക്ഷണമല്ല, അത് എനിക്കും നിങ്ങൾക്കുമൊക്കെയുള്ള പരീക്ഷണം കൂടിയാണ്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. രോഗിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗമാണ് അയാൾക്കുള്ള പരീക്ഷണമെങ്കിൽ, രോഗമില്ലാത്ത ആരോഗ്യമുള്ള എന്നെയും നിങ്ങളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ആ രോഗിയോടുള്ള കടമകളും കടപ്പാടുകളും ഒക്കെ യഥാവിധി നിറവേറ്റാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ അഭിമുഖീകരിക്കാനുള്ള പരീക്ഷണം. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഒഴിച്ചുകൂടാനാകാത്ത 6 ബാധ്യതകളെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ബാധ്യതകളുടെ കൂട്ടത്തിൽ ഒരു ബാധ്യതയാണ് വഇദാ മരിള ഫഉദുഹു, അവൻ രോഗിയായി കഴിഞ്ഞാൽ നീ അവനെ സന്ദർശിക്കണം, ആശ്വസിപ്പിക്കണം, പ്രതീക്ഷ നൽകുന്ന സംസാരങ്ങൾ പറയണം അയാളുടെ അടുക്കൽ. സഹായം ആവശ്യമുള്ള വ്യക്തിയാണ് എങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ സഹായിക്കണം. അത് എൻ്റെയും നിങ്ങൾക്കുമൊക്കെ അല്ലാഹ് തന്നെ പരീക്ഷണമാണ്. അവരെ കാണാൻ നമ്മൾ സമയം കണ്ടെത്തണം, അവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അവർക്ക് സഹായം വേണ്ടതുണ്ട് എങ്കിൽ അത് നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതിന് നമ്മൾ സന്നദ്ധരാണോ എന്നാണ് പടച്ചോൻ എന്നെ നിങ്ങളെ പരീക്ഷിക്കുക. അപ്പം രോഗം രോഗിക്ക് മാത്രമുള്ള പരീക്ഷണമല്ല, രോഗമില്ലാത്ത നമുക്ക് കൂടിയുള്ള പരീക്ഷണമാണ്. ദാരിദ്ര്യം അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള പരീക്ഷണമല്ല, ആ ദാരിദ്ര്യമൊന്നുമില്ലാത്ത സുഭിക്ഷതയിലും അതുപോലെ തന്നെ സുഖലോലുപതയിലുമൊക്കെ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും കൂടിയുള്ള പരീക്ഷണമാണ് ദാരിദ്ര്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ രൂപത്തിൽ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാകും.
അതുകൊണ്ട് ആരെയും അവഗണിക്കരുത്. രോഗികളായ ആളുകളെയൊക്കെ നമ്മൾ പരിഗണിക്കണം. നമ്മുടെ സാന്നിധ്യം അവരാഗ്രഹിക്കുന്നുണ്ടാകും, നമ്മുടെ പ്രാർത്ഥന അവർ വല്ലാതെ കൊതിക്കുന്നുണ്ടാകും, നമ്മുടെ ആശ്വാസവാക്കുകൾ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടാകും. രോഗികൾ അവഗണിക്കാൻ പാടില്ല, ദരിദ്രരായ ആളുകൾ അവഗണിക്കാൻ പാടില്ല, അംഗപരിമിതരായ ആളുകൾ അവഗണിക്കാൻ പാടില്ല. സമൂഹത്തിൽ പരിഗണന അർഹിക്കുന്ന, പ്രത്യേകമായ പരിഗണന അർഹിക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അവർക്കൊക്കെ നമ്മൾ പ്രത്യേകമായ പരിഗണന നൽകണം. അങ്ങനെ പരിഗണന നൽകിയാൽ റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് പരിഗണന കിട്ടും. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പരിഗണിക്കപ്പെടണമെങ്കിൽ ഈ ആളുകളെയൊക്കെ പരിഗണിക്കാനും ചേർത്തുപിടിക്കാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എല്ലാവരെയും പരിഗണിക്കുക, ആരെയും അവഗണിക്കാതിരിക്കുക. പരിഗണനയ്ക്ക് ഇസ്ലാം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അവഗണനയെ വലിയ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ മര്യാദകളും ഈ അദബുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി തീരുക. അത്തരത്തിലുള്ള ആളുകളുടെ ഗണത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങൾക്കും നീ ശിഫയും ആരോഗ്യവും ആഫിയത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ